അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 12 ഞായറാഴ്ച. വാനമ്പാടി എസ് ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ജർമ്മൻ, ജാപ്പനീസ് എന്നിങ്ങനെ 20 ഭാഷകളിലായി 45,000-ലേറെ പാട്ടുപാടിയ അപൂർവ ഗായികയാണ് ജാനകി. ആന്ധ്രാപ്രദേശ് സ്വദേശിനിയാണ്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 4 തവണ നേടി. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങളും ലഭിച്ചു. 2013 പത്മഭൂഷൺ നിരസിച്ചു. 6 പതിറ്റാണ്ടിലേറെ സംഗീത സബരി ചെയ്ത എസ് ജാനകിയമ്മയ്ക്ക് ലോകമെങ്ങുമുള്ള സംഗീത പ്രേമികളുടെ കണ്ണീർ പ്രണാമം. സംസ്കാരം ഇന്ന് മൈസൂരുവിൽ നടക്കും. രാവിലെ 8 മുതൽ മൈസൂരു മഹാരാജ കോളേജ് ഗ്രൌണ്ടിൽ പൊതുദർശനം ഉണ്ടാകും. വൈകിട്ട് ഹുണ്ടയിലെ നവീൻ ഫാം ഹൌസിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. തലമുറകളെ പ്രണയാർദ്രമാക്കിയ ആലാപനമായിരുന്നു എസ് ജാനകിയുടേത്. തുമ്പി വാ തുമ്പക്കുടത്തിൻ തേനും വയമ്പും മലർക്കൊടി പോലെ മിഴിയോരം നനഞ്ഞൊഴുകും ആടിവാ കാറ്റേ പാടിവാ കാറ്റേ നാഥ നീവരും കാലൊച്ച കേൾക്കുവാൻ നീലജലാശയത്തിൻ ഹംസങ്ങൾ സന്ധ്യേ കണ്ണീരെന്തിന് സന്ധ്യേ ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ എന്നീ ഗാനങ്ങൾ മലയാളികളുടെ മനസ്സിൽ എന്നും തളരിട്ട് നിൽക്കുന്നവയാണ്. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ദ്വീപായ ഫൂക്കോക്കിന് സമീപം ഇന്ത്യൻ വിനോദസഞ്ചാരികളുമായി സഞ്ചരിച്ച സ്പീഡ് ബോട്ട് മറിഞ്ഞ് മലയാളികളടക്കം 15 പേർ മരിച്ചു. കൊല്ലം കൊട്ടാരക്കര സ്വദേശികളായ വിക്ടറി വ്യവസായ ഗ്രൂപ്പ് ഉടമ AC തോമസ്, ഭാര്യ ലൊവേനി എന്നിവരാണ് മരിച്ച മലയാളികൾ. മരിച്ചവരിലേറെയും തമിഴ്നാട് സ്വദേശികളാണ്. ബോട്ടിൽ 39 പേർ ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം ശരിയല്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഏതുന്നതനായാലും നിയമത്തിന് മുന്നിൽ വന്നിരിക്കും. അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടില്ല എന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും KC വ്യക്തമാക്കി. അതേസമയം അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. കേസ് അന്വേഷണം അട്ടിമറിച്ചെന്ന ADGP അജിത് കുമാറിനെതിരായ SIT അന്വേഷണ റിപ്പോർട്ടിൽ DGP നിയമോപദേശം തേടി. MR അജിത് കുമാറിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്നാണ് DGP നിയമോപദേശം തേടിയത്. അമ്പലപ്പുഴ MLA G സുധാകരന്റെ ഓഫീസിലേക്ക് CPM പ്രതിഷേധ പ്രകടനം നടത്തി. സുധാകരൻ നിലവിലെ ശൈലിയിലുള്ള പ്രവൃത്തികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് ജില്ലാ സെക്രട്ടറി R നാസർ മുന്നറിയിപ്പ് നൽകി. ഗവൺമെന്റ് പ്ലീഡർ, സ്പെഷ്യൽ പ്ലീഡർ നിയമനങ്ങളിൽ സർക്കാർ സംഖ്യവൽക്കരണം നടത്തുമെന്ന് CPM നേതാവും MLAയുമായ PA മുഹമ്മദ് റിയാസ്. ABVP സജീവ പ്രവർത്തകനെ ഗവൺമെന്റ് പ്ലീഡർ പട്ടികയിൽ ഉൾപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സംഘപരിവാർ ബന്ധമുള്ളവർ കയറിയിറങ്ങുകയാണെന്നും മുഹമ്മദ് റിയാസ് ആരോപിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ തിരിമറി നടത്തിയെന്നും കുറ്റക്കാർക്കെതിരെ രഹസ്യമായി നടപടിയെടുത്തു എന്നുമുള്ള ആരോപണം BJP അച്ചടക്ക സമിതി അന്വേഷിക്കും. പാർട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനും സംസ്ഥാന ട്രഷറർ E കൃഷ്ണദാസും ഉൾപ്പെടുന്ന സമിതിയാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുക. എസ് ജാനകിയുടെ വേർപാടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. അർജന്റീനയ്ക്കെതിരായ ആരോപണങ്ങളോട് താരതമ്യപ്പെടുത്തി കേരള പോലീസ് സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റ് വിവാദമായതോടെ പിൻവലിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുണ്ട്, അടിയന്തര സഹായങ്ങൾക്ക് വിളിക്കാം 112 എന്നായിരുന്നു പോസ്റ്റിന്റെ ക്യാപ്ഷൻ. കൂടെ റഫറിക്കൊപ്പം അർജന്റീൻ ക്യാപ്റ്റൻ ലിയോണൽ മെസ്സി നിൽക്കുന്ന ഫോട്ടോയും കൊടുത്തിരുന്നു. കേരളത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ചിത്രവും പോസ്റ്റിലുണ്ടായിരുന്നു. പോസ്റ്റിനെതിരെ അർജന്റീന ആരാധകർ രംഗത്തു വന്നതോടെ പോസ്റ്റ് പിൻവലിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക നിരീക്ഷണ കപ്പലായ INS സംശോധക്
ഹോം പോർട്ടായ കൊച്ചി ദക്ഷിണ നാവികസേന ആസ്ഥാനത്തെത്തി. സർവേ വെസൽ ലാർജ് ശ്രേണിയിലെ 4ാമത്തെ കപ്പലാണ് ഇത്. കൊച്ചിയിലെത്തിയ കപ്പലിന് നാവികസേനയുടെ പരമ്പരാഗത ജലപീരങ്കി അഭിവാദ്യവും നേവി ബാൻഡിന്റെ അകമ്പടിയോടെയുള്ള സ്വീകരണവും നൽകി. ആലപ്പുഴ ജില്ലയിലെ ദേശീയ പാതയോരങ്ങളിൽ രൂപപ്പെടുന്ന രൂക്ഷമായ വെള്ളക്കെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ദേശീയപാത അതോറിറ്റി 64 കോടി രൂപ അനുവദിക്കും. നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്ന് ജനങ്ങൾ നേരിടുന്ന ദുരിതത്തിന് അടിയന്തരമായി പരിഹാരം കാണുന്നതിന്റെ ഭാഗമായാണ് തുക അനുവദിച്ചത്. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ സർക്കാരിനെ വീഴ്ത്താൻ ബിജെപി ശ്രമിക്കുന്നെന്ന ഗുരുതര ആരോപണവുമായി മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ള. നാഷണൽ കോൺഫറൻസിനെ പിളർത്താൻ എംഎൽഎമാർക്ക് ബിജെപി 2030 കോടി രൂപയും മന്ത്രിപദങ്ങളും വാഗ്ദാനം ചെയ്തു. സംസ്ഥാന പദവിയും വാഗ്ദാനമുണ്ടെന്നാണ് ജമ്മുവിൽ നിന്നുള്ള ഒരു എംഎൽഎ പറഞ്ഞത്. സുപ്രീംകോടതി അഭിഭാഷകൻ കൂടിയായ ബിജെപി ഭാരവാഹിയാണ് ഈ വാഗ്ദാനം മുന്നോട്ട് വച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. രാജസ്ഥാനിലെ ഭിൽവാരയിലുള്ള മഹാത്മാഗാന്ധി സർക്കാർ ആശുപത്രിയിൽ 6 ദിവസത്തിനിടെ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ 5 ഗർഭിണികൾ മരിച്ചു. ആശുപത്രിയിലെ മാതൃശിശു ആരോഗ്യ വിഭാഗത്തിൽ നടന്ന അസ്വാഭാവിക മരണങ്ങൾ മെഡിക്കൽ അനാസ്ഥയെന്നാരോപിച്ച് വൻ പ്രതിഷേധം ഉയർന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ ബാക്ടീരിയൽ അണുബാധയുടെ സാന്നിധ്യം കണ്ടെത്തിയതായാണ് വിവരം. റിലയൻസ് അനിൽ അംബാനി ഗ്രൂപ്പിനെതിരായ കേസിൽ 1021 കോടി രൂപയുടെ സ്വത്തുക്കൾ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡ്, റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇഡിയുടെ നടപടി. ഇതോടെ അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ 20,367 കോടി രൂപയുടെ വസ്തുവകകളാണ് കണ്ടുകെട്ടിയത്. ശനിയാഴ്ച കണ്ടുകെട്ടിയ സ്വത്തിൽ റിലയൻസ് പവർ ലിമിറ്റഡിന്റെ ഓഹരികളും ഉൾപ്പെടുന്നുണ്ട്. അയോധ്യ രാമക്ഷേത്ര കൊള്ള അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനും IAS ഉദ്യോഗസ്ഥനുമായ വിജയ് വിശ്വാസ് പന്ത് തട്ടിപ്പ് കേസുകളിലെ പ്രതിയെന്ന് ആരോപണം. 2013 മുതൽ 2015 വരെ ഊർജ്ജ വിതരണ വകുപ്പിൽ തട്ടിപ്പ് നടത്തിയതിന് 2019 മുതൽ ഇയാളടക്കം 14 ഉദ്യോഗസ്ഥർക്കെതിരെ കേസുണ്ടെന്നാണ് ആരോപണം. 90കളിൽ മഹാരാഷ്ട്രയെ വിറപ്പിച്ച കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ ബാബ ഫർസാന്റെ വീട്ടിൽ നിന്ന് വൻതോതിൽ പണവും സ്വർണവും പിടിച്ചെടുത്തു. ബാബ ഫർസാൻ അന്തരിച്ച് 6 മാസത്തിനു ശേഷം പോലീസ് നടത്തിയ റെയ്ഡിലാണ് കണക്കിൽപ്പെടാത്ത പണവും മറ്റു സ്വത്തുക്കളും കണ്ടെടുത്തത്. ജയ്പൂരിൽ അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ നിയമ വിദ്യാർത്ഥിക്കെതിരെ ആരോപണവുമായി അമ്മയുടെ സഹോദരൻ. കഴിഞ്ഞ വർഷം പെൺകുട്ടിയുടെ അച്ഛനും മരിച്ചിരുന്നുവെന്നും ഇതിന് പിന്നിൽ നിയമ വിദ്യാർത്ഥിനി തന്നെയാകാമെന്നുമാണ് ആരോപണം. ബംഗളൂരുവിൽ 3 പേരെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കി. 34-കാരനായ പ്രശാന്താണ് അമ്മയെയും മുത്തശ്ശിയെയും അമ്മാവനെയും വെട്ടിക്കൊന്ന ശേഷം തൂങ്ങി മരിച്ചത്. അമ്മ മംഗളമ്മ, മുത്തശ്ശി നഞ്ചമ്മ, അമ്മാവൻ സതീഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ബംഗ്ലാദേശിൽ കനത്ത മഴ മൂലം തെക്കുകിഴക്കൻ മേഖലകളിൽ പ്രളയവും ഉരുൾപൊട്ടലും. ദുരന്തത്തിൽ ഇതുവരെ പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ 44 പേർ മരിച്ചു. 10 ലക്ഷത്തിലധികം ആളുകൾ പ്രളയക്കെടുതിയിൽ കുടുങ്ങി ഒറ്റപ്പെടുകയും ചെയ്തു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ വിതരണവും ഊർജിതമാക്കി. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ഓരോ ശത്രുവിനോടും പകരം വീട്ടുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. താൻ ഉൾപ്പെടെ നേതൃത്വം ഇല്ലാതായാലും അത് നടപ്പാക്കും. ആഗോളതലത്തിൽ ഓരോരുത്തരും ഈ ദൌത്യം ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ അമേരിക്ക സമാധാന ധാരണ അട്ടിമറിക്കാൻ അന്താരാഷ്ട്ര ശ്രമം നടക്കുന്നതായി ഇറാൻ. ഹോർമുസിലെ കപ്പൽ ആക്രമണത്തിന് പിന്നിൽ ധാരണ പൊളിക്കാൻ ലക്ഷ്യമിട്ട തീവ്ര വിഭാഗങ്ങളാണെന്ന് ഇറാൻ. ഡ്രോൺ ഉൽപാദനം 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചതായി ഇറാൻ സൈന്യം. രാജ്യത്തുണ്ടായ യുദ്ധവും സംഘർഷാവസ്ഥയും ഇറാന്റെ ആയുധ ഉൽപാദനത്തെ ഒട്ടും ബാധിച്ചിട്ടില്ലെന്ന് ആക്ടിംഗ് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. നൈജീരിയയിലെ ഒയോ സംസ്ഥാനത്ത് നിന്ന് സായുധ ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഡസൻ കണക്കിന് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും 2 മാസത്തിനുശേഷം രക്ഷപ്പെടുത്തി. സൈനിക നടപടിയിലൂടെയാണ് ഇവരെ മോചിപ്പിച്ചതെന്ന് പ്രസിഡന്റ് ബോല ടിനുബു പറഞ്ഞു. സുരക്ഷാസേന നടത്തിയ മിന്നൽ ആക്രമണത്തിൽ 8 ഭീകരരെ ജീവനോടെ പിടികൂടുകയും നിരവധി പേരെ വധിക്കുകയും ചെയ്തു. കിഴക്കൻ ചൈനയിലെ തീരദേശ നഗരമായ തായ് ഷൌവിൽ ബാവി ചുഴലിക്കാറ്റ് കരതൊട്ടു. ചൈനയിലെത്തുന്നതിന് മുൻപ് ജപ്പാന്റെ തെക്കൻ ദ്വീപുകളിലും തായ്വാന്റെ വടക്കൻ മേഖലകളിലും കാറ്റ് നാശം വിതച്ചിരുന്നു.
വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങുന്ന ചുഴലിക്കാറ്റിന്റെ വേഗത കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്ന മഴമേഘങ്ങൾ കനത്ത ഭീഷണിയാണ്. യുദ്ധക്കെടുതിയിൽ തകർന്നടിഞ്ഞ ഗാസയിൽ ലോകകപ്പ് മത്സരങ്ങളുടെ തത്സമയ പ്രദർശനമൊരുക്കിയ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഈജിപ്ഷ്യൻ റിലീഫ് കമ്മിറ്റിയുടെ ഗാസയിലെ പബ്ലിക് റിലേഷൻസ് ഡയറക്ടറായ മുഹമ്മദ് അൽ വാഹിദിയാണ് കൊല്ലപ്പെട്ടത്. ടേക്ക് ഓഫിന് പിന്നാലെയുണ്ടായ സാങ്കേതിക തകരാറ് മൂലം ബഹാമാസിൽ വിമാനം തകർന്ന് 9 യാത്രക്കാരും പൈലറ്റുമടക്കം 10 പേർ കൊല്ലപ്പെട്ടു. ബഹാമാസിലെ ലിൻഡർ പെൻഡിലിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെയാണ് ചെറുവിമാനം തകർന്നത്. പാക് സൈനിക മേധാവി അസിം മുനീറിന് ഇനി രാജ്യത്തെ ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ചുമതലയും. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രൂപവൽക്കരിച്ച ജനസംഖ്യാ നിയന്ത്രണത്തിനുള്ള പ്രത്യേക സമിതിയിലാണ് രാജ്യത്തെ സൈനിക മേധാവിയെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്തോനേഷ്യയിൽ കോടികളുടെ സമ്പാദ്യമുണ്ടാക്കിയ ചീഫ് പ്രോസിക്യൂട്ടർ ഫെബ്രി അഡ്രിയാൻ ഷാ രാജിവെച്ചു. ഫെബ്രിയുടെ വീട്ടിലും മറ്റ് വിവിധ കേന്ദ്രങ്ങളിലും പോലീസ് നടത്തിയ റെയ്ഡിൽ കിലോ കണക്കിന് സ്വർണ്ണക്കട്ടികളും വൻതോതിൽ വിദേശ കറൻസികളും പിടിച്ചെടുത്തതിന് പിറകെയാണ് രാജി. അവസാന T20യിലും ഇന്ത്യയ്ക്ക് 56 റൺസിന്റെ തോൽവി. 258 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യയ്ക്ക് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസെടുക്കാനേ സാധിച്ചുള്ളൂ. ഇതോടെ ഇംഗ്ലണ്ട് പരമ്പര 4-0 സ്വന്തമാക്കി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ ഇംഗ്ലണ്ടിനെ 64 പന്തിൽ 131 റൺസ് അടിച്ചുകൂട്ടിയ ജോസ് ബട്ട്ലറുടെ സെഞ്ചുറിയാണ് കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത്. 45 പന്തിൽ 95 റൺസുമായി പുറത്താവാതെ നിന്ന ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കും മികച്ച പ്രകടനം പുറത്തെടുത്തു. ഇത്തവണ ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കായി കളിച്ച ജെയ്ഡൻ ആഡംസ് മരിച്ചതായി ദക്ഷിണാഫ്രിക്കൻ മാധ്യമങ്ങൾ. ഫിഫ ലോകകപ്പിന്റെ 3ാമത്തെ ക്വാർട്ടർ ഫൈനലിൽ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ ഹോളണ്ടിനെ 1-2 ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ട് സെമിയിലേക്ക്. നിശ്ചിത സമയത്ത് ഇരു ടീമും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചതോടെയാണ് എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം നീണ്ടത്. 36 മിനിറ്റിൽ ആൻഡ്രിയാസ് ഷെൽഡറപ്പിലൂടെ നോർവേയാണ് ആദ്യം സ്കോർ ചെയ്തത്. എന്നാൽ ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജൂഡ് ബെല്ലിംഗാമിലൂടെ ഇംഗ്ലണ്ട് ഗോൾ മടക്കി. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിന്റെ 93ാം മിനിറ്റിൽ തന്റെ 2ാം ഗോൾ നേടി ജൂഡ് ബെല്ലിംഗാം ഇംഗ്ലണ്ടിന്റെ വിജയമുറപ്പിക്കുകയായിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.